ഹായ് ഓൾ വെൽക്കം ബാക്ക്. എന്തെല്ലാന്ന് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ നല്ലൊരു സിമ്പിളായിട്ടുള്ള ഇൻസ്റ്റൻറ്റ് പിസ്സ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മാവ് കുഴക്കണ്ട, പരത്തണ്ട, ഈസ്റ്റും വേണ്ട, ഒന്നും വേണ്ട. നമുക്ക് ഡയറക്റ്റ് പിസ്സ കഴിക്കണം എന്ന് തോന്നുമ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇതിൻ്റെ മാവ് റെഡിയാക്കി എടുത്തിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാമല്ലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനിയിപ്പോൾ നമ്മുടെ പിസ്സയിലേക്ക് വേണ്ടുന്ന ചിക്കൻ ഒന്ന് മസാല റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 200 ഗ്രാം അളവിൽ എല്ലില്ലാത്ത ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തതാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും, അത് നമ്മുടെ എരിവിനനുസരിച്ച് മാറ്റം വരുത്തണേ. പിന്നെ 1-2 പിഞ്ച് ചെറിയ ജീരകം, ഒന്നിക്കിൽ ചതച്ചത് അല്ലെങ്കിൽ മുഴുവനായിട്ട് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ 1/4 ടീസ്പൂണിൻ്റെ നേരെ പകുതി ഗരം മസാലപ്പൊടിയും 2 ടീസ്പൂൺ തൈരുമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു പാകത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി രണ്ടും കൂടി ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പുളി ചെക്ക് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങ നീരോ വിനീഗറോ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചിക്കൻ നമുക്ക് ഈ ഒരു പിസ്സയിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊരു നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള മസാലയാണ് കാണിച്ചിട്ടുണ്ടായത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മസാല റെഡിയാക്കിയിട്ട് ചിക്കൻ സമയം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ലതാണ് കേട്ടോ. സമയമില്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാം. ഇനിയിപ്പം നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു പിസ്സ സോസ് റെഡിയാക്കി എടുക്കണം. ടൊമാറ്റോ കെച്ചപ്പ് എടുക്കുക കേട്ടോ ഒരു ബൗളിലേക്ക് കുറച്ചെടുക്കാം. അതിലേക്ക് ഒറിഗാനോ ഇല്ല നമ്മൾ പിസ്സയ്ക്ക് ചേർക്കുന്ന ഒറിഗാനോയും ചേർക്കുന്നുണ്ട്. കുറച്ച് ചില്ലി ഫ്ലേക്സ് രണ്ടും നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ കെച്ചപ്പിൽ ഉപ്പുള്ളത് കൊണ്ട് ഞാൻ എക്സ്ട്രാ ഇടുന്നില്ല, വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് ഇത് നന്നായിട്ട് ഈ ഒരു രീതിയിൽ മിക്സ് ആക്കിയിട്ട് നമ്മുടെ സോസും റെഡിയാക്കി എടുക്കാം. ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ പിസ്സ റെഡിയാക്കി തുടങ്ങാം. ഇനി നമുക്ക് പെട്ടെന്ന് പിസ്സ റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ ഒരു പാനിൽ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ചിക്കൻ ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്ത് ഈ ഒരു രീതിയിലാക്കി എടുത്തിട്ടുണ്ട്. അത് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണ്ടല്ലോ, എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി ചിക്കൻ ഫ്രൈ ആയതിന് ശേഷം ഫ്ലെയിം അവിടെ നന്നായിട്ട് കുറച്ച് വെക്കാം. നമുക്കിതിലേക്ക് വെജീസ് ആയിട്ട് സവാളയും ക്യാപ്സിക്കും ചെറിയ പീസ് തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. എല്ലാതും ഒരേ രീതിയിൽ കട്ട് ചെയ്തിട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കണേ. കാരണം നമ്മുടെ വെജീസ് ഒരുപാട് വാടാൻ പാടില്ല കേട്ടോ. പക്ഷേ ഈ ഒരു ചിക്കൻ്റെ മസാലയൊക്കെ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് മുകളിൽ പച്ചക്ക് ഇട്ട് കൊടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പിസ്സ സോസിൽ ഇൻസ്റ്റൻറ്റ് സോസ് അതിൽ നിന്ന് 1-2 സ്പൂൺ ഇങ്ങനെ ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒരു വെജീസിലും ചിക്കനിലൊക്കെ ആ ഒരു സോസിൻ്റെ ഫ്ലേവറും ടേസ്റ്റും ഒക്കെ പിടിച്ചിട്ട്. പിന്നെ ഉപ്പ് നോക്കുക കേട്ടോ, നമ്മൾ ചിക്കനിലും സോസിലൊക്കെ അത്യാവശ്യം ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ എക്സ്ട്രാ ഇടുന്നൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണേ. ഇനിയിപ്പോൾ ഇതാ എല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ആ ഒരു ബേസ് റെഡിയാക്കി എടുക്കണ്ടേ. പിസ്സയുടെ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇനിയിപ്പോൾ നമ്മുടെ പിസ്സ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഞാനൊരു ചെറിയ പാനിൻ്റെ അളവിലായതുകൊണ്ട് തന്നെ എല്ലാതും അരക്കപ്പ് വെച്ചിട്ടേ എടുക്കുന്നുള്ളൂ. നിങ്ങളുടെ പാനിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഞാൻ ഉണ്ടാക്കുന്ന മിക്സ് ഡബിളാക്കിയിട്ട് എടുക്കാൻ മറക്കരുത്. ഇനിയിപ്പോൾ ഇതാ മിക്സിയുടെ ജാറിലേക്ക് ആദ്യം തന്നെ അരക്കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് ഒരു മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നത്. പിന്നെ അരക്കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. പാകത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, എല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ ആയാലും മതി കേട്ടോ, ഏതായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇനിയിപ്പോൾ ഇതാ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കുഞ്ഞ് പീസ് അളവിൽ ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഏതെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി മാത്രം കേട്ടോ, ഒരുപാടൊന്നും വേണ്ട. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മെൽട്ടായതിന് വന്നതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സില്ലേ അത് മൊത്തത്തിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെത് ഈ ഒരു പാനിൻ്റെ അളവിൽ ചെയ്തതുകൊണ്ട് അത് കറക്റ്റാണ് കേട്ടോ ഒരു ബേസിൻ്റെ മിക്സ്. ഇനി ഇതാ ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതിവിടെ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 2 മുതൽ ഒരു 3 മിനിറ്റ് വരെ ആ ഒരു സമയം കൊണ്ട് ഇതൊന്ന് ഹാഫ് വേവ് ആയിട്ട് വരും കേട്ടോ. സൈഡൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വരും. ആ ഒരു സമയം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ അടിയിലൊരു പഴയ പാന് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. മിക്സ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം അങ്ങനെ ഇത് ഏകദേശം ഒരു 3 മിനിറ്റ് ആകുമ്പോഴത്തേക്കിന് നമ്മുടെ കണ്ടില്ലേ സൈഡൊക്കെ ഒന്ന് ആറി വന്നിട്ടുണ്ട്. ഏകദേശം ഒരു ഹാഫ് കുക്കിൻ്റെ അടുത്തായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു സോസില്ലേ അത് കുറച്ച് കുറച്ചായിട്ട് എല്ലാ സൈഡിലേക്കായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്ലൈസ്ഡ് ചീസ് കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു സ്ലൈസ് ഇങ്ങനെ എല്ലാവരുടെയും കട്ട് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഒന്നും കൂടി നല്ല ചീസായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഉണ്ടെങ്കിൽ മാത്രം മതി, ഒട്ടും തന്നെ നിർബന്ധമില്ല. അതിൻ്റെ മുകളിൽ ഇതാ കുറച്ച് മോസറല്ല ചീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ, ഒന്നും അളവും കാര്യങ്ങളൊന്നും ഇല്ലേ. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ഫില്ലിങ്ങിൽ അത് ഇട്ട് കൊടുക്കുന്നിട്ട് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കാം.
അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ റെഡിയാക്കിയ സോസ് ഇല്ലേ അത് കുറച്ച് കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് വീണ്ടും നമ്മൾ മൊസറല്ല ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. കൂടുതൽ ചീസി ആയിട്ട് വലിഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്ത് അങ്ങനെ വലിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ചീസ് ഇട്ട് കൊടുത്തതിന് ശേഷം മുകളിലായിട്ട് കുറച്ച് പച്ചക്ക് സവാളയും ക്യാപ്സിക്കും തക്കാളിയൊക്കെ ഞാൻ കട്ട് ചെയ്തതിന് നേരത്തെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ എനിക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ, നിർബന്ധമൊന്നുമില്ല. പിന്നെ ചിക്കനൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് ദിവസം ഇട്ട് കഴിഞ്ഞാൽ കാണാൻ ഒരു നല്ല അടിപൊളി ലുക്കായിരിക്കും. അപ്പോൾ ഇത് അതിന് ലാസ്റ്റ് കുറച്ച് ഒറിഗാനും ചില്ലി ഫ്ലേക്സൊക്കെ എന്നിങ്ങനെ മുകളിലൊന്ന് വിതറി കൊടുക്കുക കേട്ടോ. നല്ലൊരു മണവും ഫ്ലേവറും ഒക്കെ വരുവേ നമ്മുടെ പിസയ്ക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇത് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം അവിടെ നന്നായിട്ട് കുറച്ചിട്ട് തന്നെ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തണേ, അല്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ ചീസ് നന്നായിട്ട് മെൽറ്റ് ആവുന്നവരെ വെയിറ്റ് ചെയ്യുക. ചീസ് മെൽറ്റ് ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് എടുക്കുക കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ പിസയുടെ ബേസൊക്കെ നന്നായിട്ട് കുക്കായിട്ട് ഒന്നങ്ങ് വീർത്ത് വരും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക, സെർവ് ചെയ്ത് കൊടുക്കുക ചൂടോടെ തന്നെ. അപ്പോൾ നല്ല സിമ്പിളല്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് മാവ് കുഴക്കലോ പരത്തലോ ഒരു പരിപാടിയില്ല, ഈസ്റ്റ് പോലും വേണ്ട കേട്ടോ. പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ചിക്കനും ക്യാപ്സിക്കൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്ക് തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇൻസ്റ്റൻറ്റ് പിസ്സ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കണം. ഒരു സ്മൈലിംഗ് ഒന്ന് കമൻറ്റ് ആയിട്ട് ഇടാനും മറക്കല്ലേ. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്